പഴയ നിയമത്തിൽ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ ഉടനെ കഠിനമായ ശിക്ഷകളാണ്. ഞങ്ങൾക്കറിയാം, തങ്കപ്പെട്ട മനുഷ്യനായിരുന്ന മോശയ്ക്ക് പോലും ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായിരുന്നു. ഒരു അണുവിട ഒന്ന് വചനത്തിൽ നിന്ന് വ്യതിചലിച്ചത് മാത്രമേ ഉള്ളൂ. എന്തോ ഒരു കഠിന ശിക്ഷയാണ് കൊടുത്തത്. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അപ്പൊ ശിക്ഷകളിലൂടെ നേടുന്ന ഒരു രീതിയായിരുന്നു പഴയ നിയമത്തിൻ്റെതെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവപുത്രൻ നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റെടുത്ത് സ്വയം യാഗമായി ആ സ്നേഹത്തിന്റെ ഒരു നിറവിലേക്ക് നമ്മളെല്ലാവരും വിളിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രേരിപ്പിച്ചാണ് പുതിയ നിയമത്തിൽ നമുക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റുക. അതുകൊണ്ടാണ് ഈ നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ പറയുന്നത് പോലെ നോൺസെൻസ് ആയിട്ടുള്ള ഒരു കാര്യം വേറെയില്ല. കാരണം ആർക്കും അങ്ങനെ നിർബന്ധിച്ചാരെയും വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരുവന്റെ അന്തരാത്മാവിനോട് ദൈവം സംസാരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അത് വലിയൊരു ചലഞ്ച് നമുക്ക് തരുന്നുണ്ട് വിശ്വാസ പരിശീലകർക്ക്. കാരണം വിശ്വാസ പരിശീലനം നിർബന്ധിച്ചു കൊടുക്കാൻ പറ്റിയല്ല. നമ്മൾ അവരിലെ സ്നേഹം ഉണർത്തി മാത്രമേ സാധിക്കൂ. അതിനെന്താണ് വേണ്ടത്? അതിന് നമ്മുടെ ഉള്ളിൽ തീ ഉണ്ടാവണം. നമ്മുടെ പ്രശ്നം, നമ്മുടെ ഉള്ളിൽ പ്രത്യേകിച്ച് തീയൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു സ്കൂള് നടത്തുന്നത് പോലെ ഇതിനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രലോഭനം. അതാണ് സൺഡേ സ്കൂള് പഠിപ്പിക്കുമ്പോൾ പ്രലോഭനം. സർക്കാർ സ്കൂൾ അല്ലെങ്കിൽ സെക്യുലർ സ്കൂള് പോലെ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം. എല്ലാവർക്കും യൂണിഫോം, അധ്യാപകരെല്ലാം അവർക്കും യൂണിഫോം, പിന്നെ എല്ലാവരും കൃത്യസമയത്ത് വരുന്നു, എല്ലാവരും അച്ചടക്കമായിട്ട് ലൈൻ നിൽക്കുന്നു, എല്ലാവരും പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പോകുന്നു. എളുപ്പമാണത്, കാരണം അത് നിയമബദ്ധമായ ഒരു കാര്യമാണ്, നിയമവും ശിക്ഷകളും ഒക്കെയാണ്. പക്ഷെ അതുകൊണ്ട് ഇവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം ജനിക്കുന്നില്ല. വിശ്വാസം സ്നേഹമുണർത്തുമ്പോഴാണ്. സ്നേഹമുണർത്തണമെങ്കിൽ നമുക്ക് ആ സ്നേഹം ഉണ്ടെന്ന് അവർക്ക് തോന്നണം. പിതാക്കന്മാരുടെ ദൈവത്തെ വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ. അത് നമ്മൾ എല്ലാ കുർബാനയ്ക്കും ചൊല്ലുന്നുണ്ട്. അത് വെറുതെ ഇങ്ങ് ചൊല്ലുന്നതല്ല, 3 പേരുടെ പേരൊക്കെ പറയട്ടെ എന്ന് പറയുന്നതല്ല. മറിച്ച് നമ്മൾ പിതാക്കന്മാരോടുള്ള ഒരു ബന്ധം അവരുടെ ദൈവത്തോടുള്ള ഒരു ബന്ധമായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ജ്വാലയില്ലെങ്കിൽ നമുക്കത് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഇനിയത്തെ കാലഘട്ടത്തിൽ ഒട്ടും അത് സാധിക്കുകയില്ല. നമുക്കറിയാം, കുറേയൊക്കെ വീടുകളിൽ ശിക്ഷകൾ കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ശിക്ഷിച്ച് നേടാൻ നമുക്ക് ഇച്ചിരി എളുപ്പമായിരുന്നു. 2 അടിയൊക്കെ കൊടുക്കാമായിരുന്നു സൺഡേ സ്കൂളിലും. ഇപ്പം വീടുകളിൽ ശിക്ഷ പാടില്ല, സ്കൂളിൽ ശിക്ഷ പാടില്ല, സൺഡേ സ്കൂളിൽ അത് ഒട്ടും പാടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ പിന്നെ സ്നേഹിച്ചു മാത്രമേ നമുക്ക് ഇവനെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് വലിയൊരു ചലഞ്ചാണ്. അതിന് നമ്മുടെ അധ്യാപകർക്ക് അതിന് മാത്രമുള്ള ഒരു ഒരുക്കമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ഇടവകകളിൽ വിശ്വാസ പരിശീലനം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് വിശ്വാസ പരിശീലകരെ തിരഞ്ഞെടുക്കാനും അവരെ പരിശീലിപ്പിക്കാനുമാണ്. നമുക്ക് നല്ല വിശ്വാസ പരിശീലകർ വേണം. ഇപ്പോഴത്തെ മാതാപിതാക്കൾ പിള്ളേരെ സൺഡേ സ്കൂളിലേക്ക് വിടുമ്പോൾ അവർ നോക്കും അവിടെ ആരാ പഠിപ്പിക്കുന്നത് കുറെ പിള്ളേരുകൾ ഈ പാർട്ടികളാണെങ്കിൽ അവരൊന്നും അവരുടെ പിള്ളേരെ ഒന്നും അവിടെ ഇരിക്കാൻ വിടത്തില്ല. അത് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് നമ്മുടെ പേരൻസിനോട് തോന്നണം. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ അധ്യാപകരെ അഡ്രസ് ചെയ്യാൻ പോയപ്പോഴെല്ലാം പറഞ്ഞു, നിങ്ങൾ സ്കൂളുകളിലൊക്കെ സൺഡേ സ്കൂളിലൊക്കെ പോയി പഠിപ്പിക്കണം. കാരണം സ്കൂളിലെ അധ്യാപകർ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സീരിയസ്നെസ് വരും. എല്ലാവരും വേണമെന്നല്ല, കുറച്ച് പേരെങ്കിലും വേണം. നമുക്ക് കുറച്ചും കൂടെ സീരിയസ്നെസ് വരും കാര്യങ്ങൾക്ക്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളുകളിലെ വലിയ പ്രശസ്തരായ അധ്യാപകരായിരുന്നു ഞങ്ങളുടെയൊക്കെ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാർ. അവരോട് അതേ പേടി ഈ സൺഡേ സ്കൂളിൽ ഉണ്ടായിരുന്നു, അതേ ആദരം ഇവിടെ ഉണ്ടായിരുന്നു. അവരെന്തേലും പ്രാധാന്യം അതിന് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് സമൂഹത്തിൽ വ്യത്യസ്തമായ നിലകളിൽ പ്രശോഭിച്ച അൽമായരെ വിശ്വാസ പരിശീലന രംഗത്തേക്ക് കൊണ്ടുവന്നാൽ വലിയ വ്യത്യാസം ഉണ്ടാകും. ഏത് മേഖലയിൽ നല്ല ബിസിനസ്സുകാർ, അല്ലെങ്കിൽ നല്ല കർഷകർ, നല്ല അധ്വാനികളായ മനുഷ്യർ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണേലും നന്നായിട്ട് ചെയ്യുന്ന ആള്, നല്ല അധ്വാനികളായ മനുഷ്യർ, നല്ല വിശ്വസ്തരായ മനുഷ്യർ, സമൂഹത്തിൽ മതിപ്പുള്ളവർ, അങ്ങനെയുള്ളവരെ വേണം വിശ്വാസ പരിശീലന രംഗത്തേക്ക് കൊണ്ടുവരാൻ. നമുക്ക് ആ മേഖലയിൽ വലിയ കുറവ് വരുന്നു. ഞാനിപ്പോൾ പലയിടത്തും കാണുന്നത് ഇതൊരു പിള്ളേര് കളിയായിട്ട് മാറും. സൺഡേ സ്കൂള് കഴിഞ്ഞിട്ട് ഇപ്പം ഈ
ഈ സൺഡേ സ്കൂൾ അധ്യാപകരാകുന്നവർക്ക് CLT കോഴ്സിനൊക്കെ ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ നിയമനത്തിന് മാർക്കും കൂടെ വെച്ചിട്ടുണ്ട്. അതെടുത്ത് കളഞ്ഞാലും ഒന്ന് സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരാ ജോലി കിട്ടുന്നതിൻ്റെ തലേ ഞായറാഴ്ച വരെ പഠിപ്പിക്കാൻ പറ്റും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ആ പ്രദേശത്ത് നമുക്ക് കാണാനില്ല. അപ്പൊ ഇതൊരു യൂട്ടിലൈസേഷൻ ആയിട്ട് മാറുകയാണ്. ഇത് ഉപയോഗിച്ച് വേറെ ഏതാണ്ടൊക്കെ നേടുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റും സഭയോട് കാണിക്കാത്ത ഒരു രീതിയാണ്. അപ്പൊ നമുക്ക് ഈ വിശ്വാസ പരിശീലനം നല്ല തീഷ്ണതയുള്ള മനുഷ്യരെ വാർത്തെടുക്കാൻ സാധിക്കണം. ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ പരാജയമാണ്. അച്ഛന്മാരുടെയും പരാജയമാണ്, കന്യാസ്ത്രീകളുടെയും പരാജയമാണ്, ഇപ്പം നിലവിലുള്ളവരുടെയും പരാജയമാണ്, നമ്മുടെ എല്ലാവരുടെയും സഭയുടെ പരാജയമാണ്. വിശ്വാസം പഠിപ്പിക്കാൻ നല്ല അൽമായരെ കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അത് നമ്മുടെ പരാജയമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയും ഈ വർഷം എന്നുള്ളതല്ല, എന്നാൽ പിതാവ് പറഞ്ഞല്ലേ 2-3 എണ്ണത്തെ മാറ്റണമെന്ന് കരുതിയിരിക്കുകയാണ്. എന്നാൽ ഈ തക്കത്തിന് 3 എണ്ണത്തെ വെട്ടിയേക്കാം. അതിനു വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. സമയമെടുത്ത് അടുത്ത വർഷത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പോഴേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മതിപ്പുള്ളവരെയും കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഉള്ളവരെയും ഒക്കെ കണ്ടെത്തി അവരെ ഒന്ന് ഒരുക്കിക്കൊണ്ട് വന്ന് അവരെ വിശ്വാസ പരിശീലന രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾക്കറിയാം നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം ഈ ആദ്യ കുർബാന കൈക്കൊള്ള പാടിൽ അതിനോടനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഒരു പാഠമാണ്, പരിശീലനമാണ്. അത് ഞങ്ങളുടെയൊക്കെ കാലത്ത് കന്യാസ്ത്രീകളാണ് അത് തരുന്നത്. അത് ഇടവകയിലെ സിസ്റ്റേഴ്സ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി നമസ്കാരം പഠിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും എല്ലാം ചെയ്ത് ഞാൻ ഓർക്കുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അന്ന് ആദ്യ കുർബാന കൈക്കൊള്ള പാടിന് മുമ്പായിട്ട് സിസ്റ്റേഴ്സ് ധ്യാനം നടത്തി. ഞങ്ങൾ 10-30 പേരുണ്ട്. ആ ധ്യാനത്തിൽ പറഞ്ഞ കഥ ഞാൻ ഇപ്പോഴും ഓർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ഇൻഫ്ലുവൻഷ്യലാണ് ആ കാലഘട്ടം. അത് നമുക്കിപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറയുന്നുണ്ട്. സിസ്റ്റേഴ്സും ചിലയിടങ്ങളിൽ അത് അവർക്ക് ജോലി തിരക്കുകൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ വരുന്നു. പക്ഷെ അതൊരു വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ആ മേഖലയിൽ ആ ദിവസങ്ങളിലൊക്കെ ഈ നമസ്കാരം പഠിപ്പിക്കുന്ന കാര്യവും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കണം. ഇതൊക്കെ അടിസ്ഥാനങ്ങളാണ്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് ഇതെല്ലാം. അത് ആ പ്രായത്തിൽ ആ കുഞ്ഞുനാളിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്കിത് നിൽക്കുകയാണ്. അതുകൊണ്ട് അതിനൊക്കെ വലിയ പ്രാധാന്യം നിങ്ങൾ കരുതണം. നിങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകര്, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർമാരൊക്കെ ഇതിനെ വളരെ ഗൗരവമേറിയ ഒരു ദൗത്യമായിട്ട് കരുതുകയും അതിന് പറ്റിയ ആൾക്കാരെ നിയോഗിക്കുകയും, പറ്റുമെങ്കിൽ സിസ്റ്റേഴ്സ് തന്നെ അത് ചെയ്യുകയും അതല്ലെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരെ അതിനെ നിയോഗിക്കുകയും ഒക്കെ ചെയ്താലേ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലൊക്കെ വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതോടൊപ്പമാണ് നമ്മുടെ വിശ്വാസ പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വരുന്നത് ചില നിഷ്ഠകളും ചിട്ടകളും അവർ പഠിക്കുമ്പോഴാണ്. അത് രാവിലെ കുരിശ് വരച്ചോണ്ട് എഴുന്നേൽക്കുക, അതുപോലെ വെള്ളിയാഴ്ച മാംസഭർജനം നടത്തുക, നോമ്പ് ആചരിക്കുക, അതുപോലെ ദിവസങ്ങളിൽ കുർബാനയ്ക്ക് വരിക. പാലായിൽ നിന്ന് ഒരു ചേട്ടൻ ഒരു പ്രാവശ്യം എനിക്ക് ഒരു കത്തെഴുതി, പിതാവേ, ഞാനൊരു 3 മാസത്തെ പഠനം നടത്തി, ഞങ്ങളുടെ ഇടവകയിൽ 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ആരും ദിവസത്തെ കുർബാനയ്ക്ക് വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ എന്നാ ഞായറാഴ്ച വരുന്നുണ്ടല്ലോ. ഉടനെ എന്നോട് പറഞ്ഞത്, പിതാവിന് മനസ്സിലാകുന്നില്ല, ഞായറാഴ്ച വരുന്നതെല്ലാം കടം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നത് കടം തീർക്കാൻ വേണ്ടിയാണ്. സ്നേഹമുള്ളവനാണ് ദിവസം കുർബാനയ്ക്ക് വരുന്നത്. എന്നിട്ട് എന്നോട് തിരിച്ചു ചോദിച്ചു, പിതാവ് പോകത്തില്ലായിരുന്നു ദിവസം കുർബാനയ്ക്ക്? ശരിയാ, ഞാൻ പോകുമായിരുന്നു. ഞങ്ങളൊക്കെ പോകാം. ആ കാലഘട്ടത്തിൽ കുട്ടികൾ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ പള്ളി നിറയെ പിള്ളേരുണ്ടായിരുന്നു. ഇപ്പൊ അവധി ദിവസങ്ങളിലെ ഞായറാഴ്ചകളിൽ പോലും കുട്ടികൾ സൺഡേ പള്ളിയിൽ വരുന്നില്ല. അപ്പൊ അതിനർത്ഥം ഈ സ്നേഹം കുറയുകയാണ്. കടമയ്ക്ക് ഞായറാഴ്ച എങ്ങനെയെങ്കിലുമൊക്കെ വന്നു പോകുന്നുണ്ട്, പക്ഷേ സ്നേഹത്തോടെ വരുന്നവർ കുറയുകയാണ്. അപ്പൊ അവിടെ നമുക്കൊന്ന് ചെറിയൊരു പ്രോത്സാഹനം കൊടുക്കാൻ സാധിക്കുക. അതോടൊപ്പം ഞാൻ ഇത്തവണ അച്ഛന്മാരോടെല്ലാം പറഞ്ഞു, നമുക്ക് തീർത്ഥാടനങ്ങളെല്ലാം തന്നെ ഒരു പരിത്യാഗമെടുത്തുള്ള തീർത്ഥാടനം വേണം. നമ്മളിതിനെ സ്പിരിച്വൽ ടൂറിസം ആക്കി മാറ്റിയത്. പരിസപിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഇത് ജൂബിലി വർഷമാണ്. ജൂബിലി വർഷം റോമ നഗരം സന്ദർശിക്കുക, സെന്റ് പീറ്റേഴ്സ് ദേവാലയം, പത്രോസിന്റെ കബറിടം സന്ദർശിക്കുക, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ there is the danger of making it a spiritual tourism. അദ്ദേഹം എടുത്തു പറഞ്ഞു, നിങ്ങളിതിനെ ഒരു സ്പിരിച്വൽ ടൂറിസമായിട്ട് മാറ്റരുത്. നമ്മളെ അൽഫോൻസാ തീർത്ഥാടനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിന് 1 കിലോമീറ്റർ മുമ്പ് വരെ പിള്ളേരെ വണ്ടിയെ കൊണ്ടിറക്കുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് സമയം അവരെ നടത്തിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെയും അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടിയെ കയറ്റി പിന്നെ പിക്നിക്കിന് കൊണ്ടുപോകുന്നു. എന്നിട്ട് പോകും. പിള്ളേർക്ക് അത് ഇഷ്ടമായിരിക്കും. പിക്നിക്കൊന്നും കളയണ്ട. എല്ലാ സൺഡേ സ്കൂളുകളിൽ നിന്ന് പിക്നിക്കൊക്കെ കൊണ്ടുവന്ന് വളരെ നല്ലതാണ്. പക്ഷെ നമുക്ക് ഒരാഴ്ചയെങ്കിലും ഈ കുഞ്ഞുങ്ങളോട്
ഒരു പരിത്യാഗം എടുക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇത്തവണത്തെ അൽഫോൺസാ തീർത്ഥാടനം നടത്തണം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മാസമെങ്കിലും. കാരണം ഈ തീർത്ഥാടനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൈന്ദവരുടെ വിശ്വാസം, അവർക്ക് അച്ഛന്മാരില്ല, കന്യാസ്ത്രീകളില്ല, സൺഡേ സ്കൂളില്ല. അവരുടെ ഫെയ്ത്ത് എന്നാ ഒരു ഫെയ്ത്താണ്. അവരുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ ദൈവമുണ്ട്. അവർ വളരെ ശക്തമാണ്. അവരുടെ ഫെയ്ത്ത് ജീവിതം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശബരിമല തീർത്ഥാടനം അവരുടെ ജീവിതത്തിൽ 1-2 പ്രാവശ്യം കണ്ടേ അവർ ചെയ്യത്തുള്ളൂ. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഒരു സ്വാധീനമാണ്. അവർ പരിത്യാഗം എടുത്താണ് അത് ചെയ്യുന്നത്. പണ്ടങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കാം. പരിത്യാഗം എടുത്ത് മല കയറുകയാണ്. അത് കഷ്ടപ്പെട്ട്. നമ്മളാണെങ്കിൽ എൻ്റെ കൊച്ചിന് നടന്നു കഴിയുമ്പോൾ അവൻ്റെ മുറ്റ് വേദനിക്കും, അവന് സമയത്ത് അവന് മിൽക്ക് കൊടുക്കണം, മറ്റേത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരുമാതിരി ഈ പിള്ളേരെ കൃത്രിമമായിട്ട് വളർത്തുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. അവർക്ക് അങ്ങനെയില്ല. അവർക്ക് കൊച്ചു പിള്ളേരൊക്കെ നടക്കുന്ന കാണാം, ഈ അപ്പൻ്റെ അമ്മയുടെ കൂടെ നടക്കുന്ന കാണാം. അങ്ങനെ നടന്നു പോവുകയാണ്. അതുപോലെ നമ്മുടെ മറ്റ് അകത്തോലിക്ക സഭകളിലും ഈ തീർത്ഥാടനം നിങ്ങൾക്ക് കാണാം. വഴിയിലൂടെ മനുഷ്യര്, കുടുംബങ്ങൾ മുഴുവൻ നടന്നു പോവുകയാണ്. നമുക്ക് ഈ വർഷം പാറയിൽ മരിയൻ തീർത്ഥാടനം, നമ്മുടെ ജൂബിലി വർഷം പ്രമാണിച്ച് ഡിസംബർ മാസം നമ്മളൊരു തീർത്ഥാടന വാരം വെച്ച് നമ്മുടെ അതിരൂപത മുഴുവനും കൂടെ നടന്ന് പാറപ്പള്ളിയിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പാറപ്പള്ളിക്കാർക്ക് സന്തോഷമായിരിക്കും, അവർ നടക്കണ്ടല്ലോ, അവിടെ തന്നെയാണ്. അപ്പം ബാക്കി എല്ലാവരും നടന്ന് ഇച്ചിരി ത്യാഗം എടുത്ത് തീർത്ഥാടനം നടത്തണം. കാരണം ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത്തവണ പറ്റുമെങ്കിൽ നമ്മുടെ ക്രിസ്തുരാജ തിരുനാളിനും നിങ്ങൾ സൺഡേ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ക്രിസ്തുരാജൻ ചെയ്യിക്കട്ടെ എന്ന് ആ പള്ളിക്ക് ചുറ്റുമെങ്കിലും 1-2 മുദ്രാവാക്യം കൂടെ വിളിപ്പിക്കണം. കാരണം ഇതൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ജീവിത പാഠങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇപ്രകാരം വിശ്വാസത്തെ വളർത്തുന്ന ചില ഘടകങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് മാത്രം ആരുടെയും വിശ്വാസം വളരുന്നില്ല. വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാനാണ് സൺഡേ സ്കൂൾ അവരെ സഹായിക്കുന്നത്. അടിസ്ഥാന വിശ്വാസം ഇങ്ങനെയുള്ള കുറെ ചിട്ടകളിലും നിഷ്ഠകളിലും ഒക്കെയാണ്. അതിന് നല്ല സാക്ഷ്യം കൊടുക്കാനായിട്ട് അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എല്ലാം സാധിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അത് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് അധ്യാപകരുടെ ആ ഒരു സെലക്ഷനിൽ നമുക്ക് വലിയ ഒരു താല്പര്യം ഉണ്ടാവണം. അതുപോലെ ട്രെയിനിങ്, നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യം അതാണ്. പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് അറിയത്തില്ല നമുക്ക്. അതാണ് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അത് അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. ഇതൊരു മിസ്റ്ററിയാണ്, ദിവ്യ രഹസ്യമാണ്. ഒരു കുഞ്ഞപ്പത്തിൽ, നമ്മൾ സമർപ്പിക്കുന്ന ഒരു കുഞ്ഞപ്പത്തിൽ ആ കുഞ്ഞപ്പം ഈശോയുടെ ശരീരമാണെന്ന് പറയുമ്പോൾ ഏത് ബുദ്ധി കൊണ്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് ബിയോണ്ട് ഹ്യൂമൻ ലോജിക്. അത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. അത് സൂചിപ്പിക്കാനാണ് ഈ അൾത്താരയിൽ വിരിയൊക്കെ ഇടുന്നത്. എൻ്റെ മോനെ, നീ എങ്ങനെല്ലാം പരിശ്രമിച്ചാലും തലകുത്തിൽ നിന്നാലും നിനക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മധുബഹായിൽ വിരിയിടുന്നു. അത് ദിവ്യ രഹസ്യങ്ങളാണ്. അത് പൂർണ്ണമായിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല. അത് പറഞ്ഞു കൊടുത്താൽ മതി. അവൻ മിസ്റ്ററി എന്ന് പറയുന്നതാണ് ഫെയ്ത്ത്. അല്ലാതെ എല്ലാം ലോജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ശാസ്ത്രമായി. ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ശാസ്ത്രം. അതിന്റെ അപ്പുറത്തേതാണ് വിശ്വാസം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ചില കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും പോരാ എന്ന് പറഞ്ഞാൽ മതി. അതായത് ഈ ദിവ്യരഹസ്യത്തെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ നമ്മുടെ യുക്തിയും ബുദ്ധിയും പോരാ. അതിന് ദൈവത്തിന്റെ കൃപ വേണം. അതാണ്, കൃപ കിട്ടിയവനാണ് ദൈവപിതാവ് ആകർഷിച്ചാലല്ലാതെ ആരും എന്നിലേക്ക് വരുന്നില്ല. ആ രീതിയിൽ അത് പ്രസന്റ് ചെയ്താൽ മതി. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ ChatGPT വന്നു, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പൈലറ്റ് അല്ലെ Co-Pilot വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് അടിച്ചു കൊടുത്താൽ മതി, പറഞ്ഞു തരും. അത് പറഞ്ഞു തരും. പിന്നെ ഇത് കത്തോലിക്ക വിശ്വാസം തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഉദാശകളും ഒക്കെ ഉണ്ടോ? നമുക്ക് എന്തേലും സൗകര്യമാണിപ്പം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്തേലും വീഡിയോസാണ് യൂട്യൂബിലുള്ളത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ കുറിച്ച്. അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വന്ന് കുഞ്ഞുങ്ങളെ ഇത് കാണിച്ചു കൊടുത്താൽ മതി. അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഉടനെ പറയണേ ഞങ്ങൾക്ക് മീഡിയ റൂം ഇല്ല, മീഡിയ റൂം ഉണ്ടാക്കണം, അതിന് ബജറ്റ് 15 ലക്ഷം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതാ മൊബൈൽ ഫോണിലോട്ടൊന്ന്
ഒന്ന് കൊണ്ടുവന്നിട്ട് പിള്ളേരുടെ മൊബൈൽ അതുങ്ങൾക്കും കാണും മൊബൈൽ അത് ഇട്ട് കൊടുത്ത മൊബൈൽ കൊണ്ടുവരത്തില്ലായിരിക്കും പിള്ളേർ. അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലാസ്സിലൊന്നും ഒത്തിരി പിള്ളേരൊന്നുമില്ല. നമ്മുടെ ലാപ്ടോപ്പ് കൊണ്ട് വന്നാൽ പോലും കുഞ്ഞുങ്ങളെ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതൊന്നും വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. ഈ ടെക്നോളജി വളർന്നുകൊണ്ടുള്ള ഒരു ഗുണം എന്താ, നമുക്ക് വലിയ ചിലവില്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പണ്ടൊരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ എന്ത് കഷ്ടപ്പാടും എന്ത് പൈസയായി. ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ ഈ മൊബൈൽ ഫോൺ ഒന്ന് ഓണാക്കി വെക്കുക, ക്യാമറ ഓൺ ചെയ്യുക, അങ്ങോട്ട് വീഡിയോ ഉണ്ടാക്കുക, അത്ര തന്നെ. പിന്നെ അത് പോസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടെക്നോളജി നമ്മുടെ ദൗത്യങ്ങളെ എല്ലാം വളരെ ആയാസരഹിതമാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നല്ല തീഷ്ണതയുള്ള വ്യക്തികളായിട്ട് മാറാം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസം പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചില അധ്യാപകരുണ്ട്, പിള്ളേർ ചോദിക്കുന്ന തർക്കുത്തരങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവന്മാർ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ്. അതിനെല്ലാം മറുപടി പറയാൻ പോയാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയല്ല. അത് അവന് ക്ലാസ് കഴിഞ്ഞ് മറുപടി കൊടുത്താൽ മതി. ഇതിനകത്തുള്ളത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ചിലർക്ക് അങ്ങനെയാണ്, ഇവനെ ചോദിച്ചെന്നാൽ അവനെ ഞാൻ ഇരുന്നിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ പുറകെ പോകും. അതോടുകൂടി ഒരു ക്ലാസ് തീരും. നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല, ജീവിക്കുന്നത് പങ്കുവെച്ചു കൊടുക്കുന്ന അവസരമാണ് ഈ വിശ്വാസ പരിശീലനം. എൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഇടയ്ക്കിടയ്ക്ക് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ആ രീതിയിൽ ഈ വിശ്വാസ പരിശീലനത്തെ കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് തുടർ പരിശീലനത്തിന് ഒത്തിരിയേറെ സാധ്യതകൾ ഉണ്ടാവണം. നിരന്തരമായിട്ട് പരിശീലനം നിങ്ങൾ സ്വീകരിക്കണം. എല്ലാ വർഷവും ഒരു പുസ്തകമെങ്കിലും നിങ്ങൾ വായിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അപ്പോളജറ്റിക്സ് കാത്തലിക് അപ്പോളജറ്റിക്സ് നിങ്ങൾ യൂട്യൂബിലൊന്ന് അടിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിനകത്ത് വരും. കാത്തലിക് അപ്പോളജറ്റിക്സ്, ഓരോരോ കാര്യങ്ങൾ, ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു സൈറ്റ് തന്നെയുണ്ട്. ഫേസ്ബുക്കിൽ കൂട്ടായ്മയുണ്ട് കാത്തലിക് അപ്പോളജറ്റിക്സ്. അതിനകത്തൊക്കെ നമുക്ക് മെമ്പർഷിപ്പ് എടുത്താൽ അവർ തന്നെ നമ്മളോട് ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സാധ്യതകളുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതെ ഞായറാഴ്ച രാവിലെ 9 മണിയാകുമ്പോൾ ആ പുസ്തകം എടുത്ത് കക്ഷത്തിലോട്ട് വെച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുക. നീ അത് വായിക്കണം. 1ാമത്തെ പാരഗ്രാഫ്, 2ാമത്തെ പാരഗ്രാഫ് നീ വായിക്കുക, 3ാമത്തെ പാരഗ്രാഫ് നീ വായിക്കുക. ഇതോടെ ക്ലാസ് അവസാനിച്ചു, തീർന്നു. പിള്ളേർ പറയും ഇതുപോലെ ബോറ് പരിപാടി വേറെ ഇല്ല. ഞാൻ ഒരു കുട്ടികളുടെ ഒരു ക്യാമ്പിന് ചെന്നപ്പോൾ ഒരു പെൺകുട്ടി, നല്ല സ്മാർട്ട് ഒരു പെൺകുച്ച് വന്നു കാണാൻ. അവൾ പറഞ്ഞു, പിതാവേ ഞാൻ ദുബായിലായിരുന്നു കഴിഞ്ഞ വർഷം വരെ. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അവിടെ കാത്തിരിക്കുമായിരുന്നു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ. എന്നിട്ട് എന്നോട് പറയാ, എൻ്റെ പിതാവേ ഇവിടെ വന്നിട്ട് എന്നാ ബോറ് പരിപാടിയായി സൺഡേ സ്കൂൾ, ഇതുപോലെ ബോറ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ നല്ല സ്മാർട്ട് പിള്ളേരാണ് വരുന്നത്. അതുങ്ങൾക്ക് ചുമ്മാ ഈ പുസ്തക വായനയൊന്നും പോരാ. അതുങ്ങൾക്ക് അവർക്ക് ക്രിയേറ്റീവായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ നമ്മളെ ലിസൺ ചെയ്യും. ലിസണിങ്ങിന് അവന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറഞ്ഞു തുടങ്ങണം. അല്ലാതെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറഞ്ഞു തുടങ്ങിയാൽ പോരാ. അവൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറഞ്ഞ് തുടങ്ങി നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ഒരു താല്പര്യവും അതിനുള്ള ഒരുക്കവും എല്ലാം ഉണ്ടാവേണ്ടതാണ്. ഏതായാലും അതിന് ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് കൃത്യമായിട്ട് ഞാൻ ആശംസിക്കാൻ പ്രാർത്ഥിക്കുന്നു.